എവിടെയാണ് ബ്രിട്ടന് തെറ്റുപറ്റിയത് ചോദ്യമാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇഷ്ടം പോലെ ലേഖനങ്ങൾ ടെലഗ്രാഫിലും, ദ ഗാർഡിയൻ, ദ ഇൻഡിപെൻഡന്റ്, ബ്രിട്ടനിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങളും അതിൻ്റെ വെബ്സൈറ്റുകളും ഒപ്പീനിയൻസ്, ഇതേപോലെ 100 കണക്കിന് ഒപ്പീനിയൻസ് തരും. എന്തുകൊണ്ടാണ് ബ്രിട്ടനിൽ ഇത്ര തീവ്രമായിട്ട് ഈ സംഭവം ഉണ്ടായത്? എന്തുകൊണ്ടാണ് ആൻറ്റി സെമറ്റിക് ഈ രീതിയിൽ വലിയ രീതിയിലാക്കി ഓരോ കൊച്ചു കുട്ടികൾ, പേരൻസ്, പ്രായമുള്ളവർ, അവരെയൊക്കെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ എന്തുകൊണ്ടാണ് ബ്രിട്ടനിലുണ്ടായത്? അതായത് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാർമർ അദ്ദേഹം പറഞ്ഞു ഇതിനെ ഫെയിൽ ചെയ്യും, കാരണം തെറ്റാണ് പറ്റിയ ആ കുടുംബാംഗങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. അതേപോലെ തന്നെ ബ്രിട്ടീഷ് ഹോം സെക്രട്ടറി, അവർ പാകിസ്ഥാൻ ഒറിജിൻ മുസ്ലിം സ്ത്രീയാണ്, മെഹബൂബ, അത് പറയുന്നു ഒരിക്കലും ഇത് തോൽക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പക്ഷെ സംഭവിച്ചു പോയി. അതായത് വലിയ രീതിയിൽ ബ്രിട്ടനിലെ ഒരു കൂട്ടർ, അതായത് ജൂയിഷ് കമ്മ്യൂണിറ്റി അവിടെ വരുന്നത് ബേസിക്കലി നമ്മൾ ചരിത്രം നോക്കിയാൽ റെഫ്യൂജി ആയിട്ടാണ് വരുന്നത്. പക്ഷെ അവർ ഭയങ്കര കേപ്പബിൾ ഉള്ളവരാണ്. ഈ ജൂയിഷ് DNA നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. കാരണം ഗ്ലോബലായിട്ട് തന്നെ അവർ വലിയൊരു ഇൻഫ്ലുവൻഷ്യൽ കമ്മ്യൂണിറ്റി ആയിട്ട് മാറും. സയൻറ്റിസ്റ്റുകൾ, അതേപോലെ തന്നെ സെക്യൂരിറ്റി എക്സ്പേർട്ടുകൾ, ഇത് പല രീതിയിലും. ഈ കമ്മ്യൂണിറ്റിയെ ഇത്രമാത്രം രീതിയിൽ ബ്രിട്ടനിൽ ഉണ്ടാകാനുള്ള കാരണം, അതിൻ്റെ അകത്ത് മറ്റൊരു റൈറ്റർ, അവരുടെ പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അറിയപ്പെടുന്ന റൈറ്ററാണ്. അവർ പറയുന്നത്, അവരും ഈ ബേസിക്കലി ജൂയിഷാണ്. അവർ പറയുന്നത് NHS ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഈ ഡോക്ടേഴ്സ് ഈ ഹമാസിന് അനുകൂലമായ രീതിയിൽ ഇവരോട് സംസാരിക്കും, ഈ വരുന്ന പേഷ്യൻ്റ് ജൂയിഷ് ആണെങ്കിലും. അതേപോലെ തന്നെ ചില ഡോക്ടേഴ്സ് പബ്ലിക്കായിട്ട് പാലസ്റ്റീൻ പതാകയും ഈ ആൻറ്റി സെമറ്റിക് സാധനങ്ങൾ അവരുടെ ഷർട്ടയിലും കോട്ടിലും ഒക്കെ വെച്ചിട്ടുണ്ട്. അവിടെയുള്ള സ്റ്റാഫുകൾ, NHS വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ, അതേപോലെ എയർപോർട്ടിൽ പോവുകയാണെങ്കിൽ, ചെക്ക് ഇൻ ചെയ്യുവാണെങ്കിൽ ബ്രിട്ടീഷ് എയർവേസും മറ്റേതെങ്കിലും ഇൻ്റർനാഷണൽ എയർലൈൻസിൽ, അവിടെയും ഈ അനുഭവം ഉണ്ടാകുന്നു. കൊച്ചു കുട്ടികളോട് പോലും ടീച്ചേഴ്സ്, യൂണിവേഴ്സിറ്റിയിൽ, സ്കൂളുകളിൽ ഇത്രമാത്രം ഇത് പ്രശ്നം ഉണ്ടാകാൻ കാരണം അതാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പരാജയം. നമ്മൾ അതിനു മുമ്പ് ഋഷി സുനക് ഇന്ത്യൻ ഒറിജിൻ ആയിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇതേപോലൊരു പ്രശ്നം ഉണ്ടായത്? കൺസർവേറ്റീവ് പാർട്ടി ആയിരുന്നു. അതിനു മുമ്പ് അവരുടെ പാർട്ടിക്കാരുടെ തന്നെയായിരുന്നു. എന്തുകൊണ്ടാണ് ലേബർ പാർട്ടി പ്രശ്നം ഉണ്ടാകാൻ കാരണം? കീർ സ്റ്റാർമർ എന്ന് പറഞ്ഞ് ഒരു കഴിവില്ലാത്തൊരു മൊണ്ണയാണ്. കാരണം എത്രയോ റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അവിടെയുള്ള ചെറിയ നെയ്ബർഹുഡിലും ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പബ്ലിക്കായിട്ട് ജൂയിഷ് കമ്മ്യൂണിറ്റി കണ്ട് അവരുടെ തൊപ്പി വലിച്ചു വരുന്നു. അവർ നിങ്ങൾ ഒരു ഈ സ്കൾ ക്യാപ്പ് ഇടുന്ന മുസ്ലിംസ് ഇടുന്ന പോലെ കുറച്ചും കൂടെ ചെറുതായിട്ടുള്ള അത് വലിച്ചു വരുന്നു. അവിടെയുള്ള അവരുടെ റാബി, അവരുടെ പുരോഹിതന്മാർ അവരുടെ താടി പിടിച്ച് വലിക്കുന്നു. ഇത് ബ്രിട്ടനിലാണ് ഉണ്ടാവുന്ന, ആലോചിച്ച് നോക്കണം. അതായത് ജനാധിപത്യത്തിൻ്റെ ആദ്യ കളിത്തൊട്ടിലെന്ന് പറയുന്നതാണ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. അപ്പം ആ രാജ്യത്ത് ഇതൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നാളെ ഇത് ഇന്ത്യക്കാരനെതിരെയും മലയാളിക്കെതിരെയും ഇതേപോലെയുള്ള അറ്റാക്കുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ പോലീസ് ഏറ്റവും നിഷ്ക്രിയമായി പോയി. പിന്നെ ഇപ്പം വടക്കൻ അയർലൻഡിൽ അതേപോലെ സംഭവം ഉണ്ടായി, പലയിടത്തും ഇതേപോലെ ഇഷ്യൂസ് ഉണ്ടായി. പോലീസ് എന്ത് ഇനാക്റ്റീവ്? അതാണ് പ്രധാന പ്രശ്നം. കാരണം അഡ്മിനിസ്ട്രേഷൻ കേപ്പബിലിറ്റി ഇല്ല എങ്കിൽ പോലീസിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ബജറാങ് ദളുകാർ ഈ ഛത്തീസ്ഗഡിലും മറ്റൊരിടത്ത് ക്രൈസ്തവരെ കയറി അടിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പോലീസും അവരുടെ കൂടെ കയറി നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ വൈഡ് സ്പ്രെഡ് ആകും. പിന്നെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അറിയാൻ സാധിച്ചത് പ്രധാനമന്ത്രി, ഹോം മിനിസ്റ്റർ ഇടപെട്ടു. ഈ ജ്യോതി ശർമ്മ ഉൾപ്പെടെ പിടിച്ച് വീടിന് പുറത്തിറക്കരുതെന്ന് പറഞ്ഞൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഒതുങ്ങിയിരിക്കുന്നത്. കാരണം ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യയുടെ നാണക്കേടിയോട്ടല്ലേ ഇത് പോകുന്നേ. ഇത് ജനാധിപത്യ രാജ്യമാണ്, ഡിക്റ്റേറ്റേഴ്സ് ഒന്നും അല്ല ഇന്ത്യ ഭരിക്കുന്നത്. ഇതിനേക്കാളും കഷ്ടമായി ബ്രിട്ടനിൽ അതിലോട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന കാർ ഇടിച്ചു വന്ന് കയറ്റുന്നു, എന്നിട്ട്
ആ ജനലിൻ്റെ അകത്തൂടെ ആ സെക്യൂരിറ്റിയെ കുത്തുന്നു, ജനലിൻ്റെ അകത്തൂടെ കത്തി വെച്ചിട്ട് ഈ സസ്പെക്ട് അവരെ കുത്താൻ ശ്രമിക്കുന്നു, അവരെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ ബ്രിട്ടനിലും മാഞ്ചസ്റ്ററിലാണ് നടക്കുന്നത്. ഏകദേശം 7 മിനിറ്റ് എടുത്ത് പോലീസ് വരുന്നു. പോലീസ് വന്നിട്ട് ഇയാളെ കണ്ടിട്ട് അവിടെ അലറി വിളിക്കുന്നു, അയാൾ ബെൽറ്റ് ബോംബ് ഇട്ടിട്ടുണ്ട്, ദൂരെ മാറാൻ. ആലോചിച്ച് നോക്കുക, ഇതൊക്കെ എവിടുന്ന് ഇവർക്ക് കിട്ടുന്ന ഈ ബോംബും പരിപാടിയും ഈ സാധനങ്ങളൊക്കെ എവിടുന്നാണ് കിട്ടുന്നത്? പിന്നെ 2 പേരെ അറസ്റ്റ് ചെയ്ത് കൂടുതൽ ആൾക്കാരുണ്ടെന്ന് പറയുന്നു. മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, അപ്പം ഇത് ഓർഗനൈസ്ഡ് ആണ് ഈ സംഭവം. അതായത് നമ്മളിപ്പോൾ പാലസ്തീനെ ഞാൻ അനുകൂലിക്കുന്ന ഒരാളാണ്, പക്ഷേ ഇനി ഒരു കാരണവശാലും ഹമാസിനെ അനുകൂലിക്കാൻ പറ്റത്തില്ല. ഹമാസ് ടെറർ സംഘടന തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. അത് റാഡിക്കൽ ഇസ്ലാം, അതായത് ഇസ്ലാമിക ടെറർ സാധനം തന്നെയാണ്, ഒരു സംശയമില്ലാത്ത കാര്യം. അതുകൊണ്ട് അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒക്ടോബർ 7 ഏറ്റവും കൂടുതൽ, അതായത് ഇസ്രായേലിൽ നടന്ന അറ്റാക്ക് സോഷ്യൽ മീഡിയയിൽ, ബ്രിട്ടനിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആഘോഷിച്ചത് സോഷ്യൽ മീഡിയയിൽ കൂടെ. അന്ന് ഇസ്രായേൽ ഈ സംഭവങ്ങളെല്ലാം അവരോട് പറഞ്ഞു ഇത് വല്ലാത്ത രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് പറഞ്ഞത് അവർക്കിത് അസസ് ചെയ്യാൻ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ അസസ് ചെയ്യാനുള്ള എക്യുപ്മെൻസും സോഫ്റ്റ്വെയറും ഇല്ല. എന്നൊരു ആലോചിച്ച്, ബ്രിട്ടൻ എന്ന് പറഞ്ഞൊരു രാജ്യത്തെ പറ്റിയാണ് പറയുന്നത്. പിന്നീട് നിങ്ങൾ കണ്ടു കാണും 2024 ഉണ്ടായ റയറ്റ്. സോഷ്യൽ മീഡിയ വരുന്ന സാധനങ്ങൾ ഇവിടുത്തെ ചില പോലീസുകളൊക്കെ വിശ്വസിക്കുക. കാരണം അവർക്കിത് വെരിഫൈ ചെയ്യാനും ഫാക്ട് ചെക്ക് ചെയ്യാനും പറ്റുന്നില്ല. പോലീസ് വളരെ ഇനാക്റ്റീവായി. അതിനകത്ത് പറയുന്നത് ആ പോലീസിനകത്ത് പോലും ഇതേപോലെയുള്ള ഹമാസിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഉള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. നാണക്കേട് തന്നെയാണ്. അതായത് ഒരു രാജ്യത്തെ ബ്രിട്ടീഷ് പോലീസിനകത്ത് അതുമായി സെൻറ്റിമെൻറ്റ്സ് ഉള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നു, പല കാര്യങ്ങൾ ലീക്ക് ചെയ്ത് കൊടുക്കുന്നു. ഈ പറയുന്ന വലിയ പ്രൊട്ടസ്റ്റ് ഉണ്ടായിക്കഴിയുമ്പോൾ യഥാർത്ഥ ആൾക്കാരെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവരെല്ലാം ഹമാസിന് അനുകൂലമായിട്ട് മുദ്രാവാക്യം വിളിച്ച് നടക്കുന്നു. അതായത് പല ആവർത്തി ബ്രിട്ടനിലുള്ള പല സീനിയർ ആയിട്ടുള്ള സോഷ്യോളജിസ്റ്റും പറഞ്ഞ് ഇത് തെറ്റാണ്. BBC ചാനലിലൊക്കെയാണ് ഇത് കാണിക്കുന്നത്. ഒരു സിംഗർ വന്ന് കോൺസേർട്ട് ഉണ്ടായി, അവിടെ പരസ്യമായിട്ട് ഹമാസിന് അനുകൂലമായിട്ട് പാട്ട് പാടുന്നു, ആൾക്കാർ തുള്ളുന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇതുകൊണ്ടാണ് ഈ ആൻറ്റിസെമിറ്റിക് റോക്കറ്റ് പോലെ അങ്ങ് പോയത്. അതുകൊണ്ടാണ് പോലീസിന് അഡ്മിനിസ്ട്രേഷന് കൺട്രോൾ ചെയ്യാൻ പറ്റാതായത്. അതുകൊണ്ടാണ് ഓരോ ഈ ഇസ്രായേലി ഗവൺമെൻറ് സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റ് ചെയ്ത് പറയുന്നത് കീർ സ്റ്റാമർ ഗവൺമെൻറ് കംപ്ലീറ്റ് ഫെയിലിയറാണ്. കാരണം ഒരു കമ്മ്യൂണിറ്റിയെ മുഴുവനും തകർക്കാനും കൊല്ലാനും നശിപ്പിക്കാനും പബ്ലിക്കിൽ ഹെയ്റ്റ് മോങ്കേഴ്സ് സ്പീച്ചും ഉണ്ടാവുക ബ്രിട്ടനിലാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കും, ബ്രിട്ടനിലാണ് സംഭവിക്കുന്നത്. നാളെ എല്ലാവർക്കും സംഭവിക്കാം, ഇന്ത്യക്കാർക്കും ഇതിനെ സംഭവിക്കാം, ഇത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ. അവിടെയുള്ള ഹിന്ദു ആൾക്കാരോട് നിങ്ങളിത് കണ്ടു കാണും. നേരത്തെ പാകിസ്ഥാൻ എംബസിയുടെ മുമ്പിൽ പ്രകടനം നടത്തി കഴിഞ്ഞ് ഇന്ത്യക്ക് അനുകൂലമായിട്ട് പ്രൊട്ടസ്റ്റ് നടത്തിയ ആൾക്കാരെ അടിക്കുന്നത് നിങ്ങൾ കണ്ടു, അടിച്ചോടിക്കുന്നത്. പ്രത്യേക ഒരു ഗ്രൂപ്പ് വന്ന് അടിച്ചോടിക്കുക. അതിൻ്റെ കാരണം അത് കേപ്പബിലിറ്റി ഇല്ലാത്ത ഗവൺമെൻറ്റാണ്. അല്ലെങ്കിൽ എല്ലാവർക്കും ഫ്രീഡം ഇല്ല പ്രകടനം നടത്താം, പക്ഷെ എല്ലാത്തിനും ലക്ഷ്മൺ രേഖയുണ്ട്. അതായത് ടെറർ ആക്ടിവിസ്റ്റ് ഹമാസിന് അനുകൂലമായിട്ട് പ്രൊട്ടസ്റ്റും വലിയ പ്രകടനം നടത്തി കഴിയുമ്പോൾ അതിനെതിരെ നടപടിയെടുക്കാൻ കഴിയാത്ത ഗവൺമെൻറ്റിന് പൂർണ്ണമായിട്ട് കേപ്പബിലിറ്റിയിൽ അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് ഫെയിലിയറാണ്. ഇതാണ് ഉണ്ടായത്. അതായത് ഇവിടെ യൂണിവേഴ്സിറ്റി ആണെങ്കിലും അവിടെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളാണെങ്കിലും ഇതിനൊക്കെ ഒരു പരിമിതി വെച്ചേക്കണം. അതിൻ്റെ മുകളിലോട്ട് പോകുമ്പോഴാണ് സകല ആൾക്കാരിലൂടെ ഇത് പെനട്രേറ്റ് ചെയ്യുന്നത്. അതായത് ജൂയിഷ് എങ്ങനെ അവൻ്റെ പേരോ ഏതെങ്കിലും രീതി കണ്ടു കഴിഞ്ഞാൽ അവനെ അറ്റാക്ക് ചെയ്യുക, അവനെ ഉപദ്രവിക്കുക, അവൻ്റെ കുടുംബത്തെ, അവൻ്റെ ഭാര്യയെ, അവൻ്റെ മക്കളെയും പ്രായമുള്ളവരെ വേണ്ട അവരെ താറടിക്കാൻ ശ്രമിക്കും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഈ കുമിളിയിൽ കാശ്മീരിൽ നടത്തിയ ഒരു കടയ്ക്കകത്ത് 2 ജൂയിഷ് ആൾക്കാർ ഒരു സാധനം മേടിക്കാൻ വന്നു. അവർ ബേസിക്കലി പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നവരാ. പെട്ടെന്ന് കട ഓഫാക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു, അവരെ ഇറക്കി വിടുന്നു, വലിയ സീൻ സൃഷ്ടിക്കുന്നു. ഇത് കേരളത്തിലാണ്, ഇന്ത്യയിലാണ് സംഭവിച്ചത്. പിന്നീട് അയാൾ കട അടച്ചു, പിന്നീട് അയാൾ തന്നെ വന്ന് കട തുറന്നു. അപ്പം ഇതൊക്കെ ഇവിടെ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ. പക്ഷെ ഇവിടെ ഉണ്ടാകുന്ന ഇവിടെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്
അപ്പം ഇവിടെ നമ്മുടെ കാര്യമല്ല, ബ്രിട്ടീഷ് ഗവൺമെൻറ് കംപ്ലീറ്റ് ഫെയിലിയറായി. അപ്പം ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കും, ട്രംപ് പറഞ്ഞ വളരെ കറക്റ്റായിരുന്നു. ബ്രിട്ടൻ്റെ ഈ പോക്ക് ശരിയല്ല. കാരണം ട്രംപിൻ്റെ അമ്മ സ്കോട്ട്ലൻഡ് ആയിരിക, അതേപോലെ നല്ലൊരു ശതമാനം അമേരിക്കയിലുള്ള ബ്രിട്ടീഷ് അവിടുന്ന് പോയവരാണ്. അപ്പം അവർക്ക് പോലും ഇപ്പോൾ ബ്രിട്ടനിൽ പോകാൻ നാണക്കേടായി. ഇത്രയും സ്വാതന്ത്ര്യമുണ്ട്, ഇത്രയും ജനാധിപത്യമുണ്ട്, പക്ഷെ കാര്യങ്ങളെല്ലാം കൈവിട്ടു. അവിടുത്തെ ടാക്സി ഡ്രൈവേഴ്സിനെ പറ്റി പറയുന്നത് കേൾക്കണം. അവരേത് ജൂയിഷ് കമ്മ്യൂണിറ്റി എന്നെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ അവിടെ വണ്ടി നിറക്കി വിടുക. അതൊക്കെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അവിടെ ഈ ഗാസയുടെയോ മറ്റോ ഇഷ്യൂ ഉണ്ടെങ്കിൽ അവിടെ തീർത്തോണം. ഇത് ലോകവ്യാപകമായിട്ട് പോകുമ്പോൾ ഗ്ലോബലായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിക്കാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഇനി മറ്റുള്ള ഇവിടെ ഉണ്ടാകാൻ പ്രശ്നം എന്തുവാ? തിരിച്ചവർ മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ ആക്ഷൻ എടുക്കും. ഗവൺമെൻറ് ഇപ്പോൾ ആക്ഷൻ എടുത്തേ മതിയാവത്തുള്ളൂ. ഇനി അവർക്ക് പഴയ പോലെ പ്രൊട്ടസ്റ്റ് നടത്താൻ പറ്റത്തില്ല. പാലസ്തീൻ പതാക എടുത്ത് പ്രൊട്ടസ്റ്റ് നടത്തി കഴിഞ്ഞാൽ അവിടെ ജനങ്ങൾ തിരിയും. ഈ അതേപോലെ തന്നെ റൈറ്റ് വിങ്, ഫാർ റൈറ്റ് വിങ് ഇതിനെതിരെ ശക്തമായിട്ടങ്ങ് മുന്നോട്ട് വരും. ഇതാണ് പറഞ്ഞത്, തെറ്റുകൾ കൊണ്ട് തെറ്റ് ചെയ്ത് അവസാനം എല്ലാം കൂടെ കുളമാക്കിയിട്ട് വിക്ടിമിൻ്റെ രീതിയിൽ കരയുന്നതാണ് പ്രധാനമായിട്ടും കാണിക്കുന്നത്. ഇത് ബേസിക്കലി പ്രശ്നങ്ങളുണ്ട്, അതിനൊക്കെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി സൊല്യൂഷൻസ് ആൾക്കാരുണ്ടാക്കും. അത് തെരുവിൽ മാറിയിട്ട് ഈ സാധാരണക്കാരനെ ഉപദ്രവിക്കുന്ന രീതിയിലാകുമ്പോൾ ഗ്ലോബലായിട്ടുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി എല്ലാവരും റിജക്റ്റ് ചെയ്യും. അതാണ് ഇനിയും വരാൻ പോകുന്ന ദിവസങ്ങൾ കാണുന്നത്.